ഹായ് നോക്കൂ, വെയിലും കൊണ്ട് ചൂടും തട്ടി ഉറങ്ങുന്ന നമ്മുടെ പളനി. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പളനി എന്ന് പേര് വെച്ച് നമ്മളൊരു വീഡിയോ കൊണ്ടുവന്നായിരുന്നില്ലേ, അവനാണ് കേട്ടോ. അവനങ്ങനെ വെയിലും കൊണ്ട് കിടക്കുകയാണ്. 3-4 ദിവസം കൊണ്ട് നല്ല തണുപ്പും. അങ്ങനെ സ്നേഹമുള്ള പളനിക്കുട്ടൻ വെയിലും കൊണ്ട് മാമനോട് സ്നേഹം കാട്ടി കിടക്കുകയാണ്. ഇവനൊരു അടിപൊളി ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ. അതവനെ ഇപ്പോഴേ കാണിക്കുന്നില്ല, അവന് കൊടുക്കും. അങ്ങനെ കുറേ ദിവസമായി ഇവനെ കാണാനൊന്നുമില്ല. ഇവനെ തലോടുന്നതും ഇവനോട് കളിപ്പിക്കുന്നതൊക്കെ വളരെ ഒരു ഇഷ്ടം ഒരുപാട് തോന്നാറുണ്ട് കേട്ടോ. എന്തോന്നറിയില്ല, നല്ല സ്നേഹം തന്നെയാണ്. എങ്കിലും എന്താ പറയുക, നമ്മളെ നാട്ടിലെ കുട്ടികളെ പോലെ തൊട്ടാലൊക്കെ ഇതുപോലെ കൈയെടുത്ത് അടിക്കാൻ കാണിക്കുന്ന, അതുപോലെ മെല്ലെ കൈകളിൽ പിടിച്ച് കളിക്കുന്നതൊക്കെ നമ്മളെ നാട്ടിലെ കുട്ടിയുടെ ഓർമ്മകൾ മാമന് വരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കേട്ടോ. അങ്ങനെ അവന് നമുക്കൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു മട്ടൻ്റെ വലിയൊരു പീസ് നമ്മുടെ പളനിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അവനത് കഴിച്ചുകൊണ്ട് സന്തോഷിക്കട്ടെ അല്ലേ. ആഹാ, അവൻ്റെ വെപ്രാളമൊക്കെ കണ്ടോ, അവൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുള്ള മട്ടനാണേ. അതുകൊണ്ട് അവന് പയ്യെ കടിച്ചാൽ തന്നെ കേക്ക് കടിച്ച് തിന്നുന്നത് പോലെ അവന് കടിച്ച് തിന്നാൻ പറ്റും. നമുക്കിന്ന് ബിരിയാണി ആയിരുന്നല്ലോ, അങ്ങനെ വലിയൊരു പീസ് എനിക്ക് കിട്ടി. അതങ്ങനെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ് നമ്മുടെ ചെറുക്കനെ. അവൻ സന്തോഷത്തോടെ കഴിക്കുകയാണ്. എടുത്തുകൊണ്ട് ഓടുമെന്നൊന്നും അറിയില്ല. ആഹാ, മണ്ണിക്കൊണ്ടിട്ട് ഇവനെന്താ പറയുക, മണ്ണും ചെറിയ കല്ലുകളെല്ലാം പുരണ്ട് തിന്നാനായിരിക്കും അവന് ഇഷ്ടം അല്ലേ. അവിടെ അങ്ങനെ അതിഞ്ഞെടുത്ത് വയ്ക്കുന്നതാണ് നല്ലത് മേളിലോട്ട്. അതുകൊണ്ട് അകത്തോട്ട് ഓടുമെന്നാണ് തോന്നുന്നത്. ഓഹോ, അത്രയും മണ്ണാക്കി. ഇനി എന്താ, തിന്നട്ടെ, തിന്നിട്ടൊക്കെ വരട്ടെ. അവന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം നമുക്ക് ബ്രേക്ക് എടുക്കാം, അവൻ കഴിച്ചിട്ടൊക്കെ വരട്ടെ. അങ്ങനെ മട്ടൻ്റെ പീസൊക്കെ കഴിച്ച നമ്മുടെ പളനിക്കുട്ടൻ മാമനോട് കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ടോ. അവന് എന്താ ഇഷ്ടമായി മട്ടൻ. തന്നെ കളിച്ചങ്ങനെ ഭയങ്കരമാണല്ലോ. എന്നെ നോക്കുന്നുണ്ടോ. അടുത്തോട്ട് ചെന്ന് അവനോട് കൂട്ടുകൂടാൻ കാണിക്കുന്ന വേലകളാണ്. മട്ടനൊക്കെ തിന്നിട്ടെ നല്ല സ്നേഹത്തോടെ പെരുമാറി കാണിക്കുകയാണ്. മാമ എനിക്ക് കൊണ്ടു തന്നു. അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തായിട്ടാണ് പളനിക്കുട്ടനും താമസിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അവിടെയാണ് ഇവൻ്റെ ഉറക്കവും താവളവും എല്ലാം. അങ്ങനെ ചെറുക്കനെ 2-3 ദിവസം കൊണ്ടൊക്കെ കാണാറില്ലായിരുന്നു. അവൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ച് ചെന്നപ്പോഴൊന്നും ചെറുക്കനെ കാണാനില്ല. അന്ന് കാണാൻ ചെന്നപ്പോഴും ഇതുപോലെ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോയായിരുന്നു. അതുപോലെ നമുക്കെന്നും മട്ടനും ചിക്കനും മീനൊക്കെ തന്നെ വിടാം. അങ്ങനെ ചെല്ലുമ്പോഴും ചെറുക്കനെ കാണാനില്ല. ഞാൻ വിചാരിച്ചു എന്താ ചെറുക്കൻ മാറി ഇവിടെ നിന്ന് പോയി കാണും, ഇനി പളനി മോനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ഇട്ട് തന്നെ ചെറുക്കനെ ഇന്ന് കണ്ടുമുട്ടി. നമ്മുടെ എതിർവശത്തുള്ള ആ ക്യാബിൻ്റെ ഭാഗത്ത് നമ്മുടെ ചെറുക്കൻ വെയിലും കൊണ്ട് നല്ല ഉറക്കമായിരുന്നു. 3-4 ദിവസം കൊണ്ട് കൊടും കാറ്റിൽ, തണുത്ത കാറ്റിൽ വിറച്ചു നിന്ന ദിവസങ്ങളായിരുന്നു 3-4 ദിവസം. ഇന്നാണ് കുറച്ച് വെയിൽ കിട്ടിയത് കേട്ടോ. അങ്ങനെയാണ് പളനിക്കുട്ടനും ടീമൊക്കെ വെളിയിലിറങ്ങി തുടങ്ങിയത്. ഒരു ഇടവേളയില്ലാത്ത തണുപ്പായിരുന്നു 3-4 ദിവസം. അതുകൊണ്ട് ഈ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം പല വഴിക്ക് ഒളിച്ചു മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇന്നത്തെ വെയിൽ തൊട്ട് പിള്ളേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പളനിക്കുട്ടനെ ഇന്ന് കാണാനിടയായത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, അതൊരു വളരെ സന്തോഷമായി. റൂമിൻ്റെ അടുത്തായോണ്ടേ നമുക്ക് ഇടയ്ക്കൊക്കെ പളനിക്കുട്ടനെ കണ്ട് വീഡിയോ ചെയ്യാം. അവൻ്റെ കുസൃതികളും കുറച്ച് കാണാം. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യുന്നെങ്കിലും ഇവൻ്റെ ഒരു സ്നേഹവും അവൻ്റെ ആ ലാളനവും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നാട്ടിലെ ഓർമ്മകൾ മാമന് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. അതേ കണക്ക് കാണിക്കുന്ന പ്രകൃതികളാണ് അവൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ് അവൻ പിടിക്കുന്നത് കേട്ടോ. ബലമായി ഒന്നും കയറി പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് 1-2 പോറിലൊക്കെ കൈ കിട്ടിയെന്ന് തോന്നുന്നു. നൈസായിട്ടാണ് പിടിക്കുന്നത്, വേദനിപ്പിക്കാതെ. അങ്ങനെയൊന്നും ഞാൻ ഇത്രയും ചെയ്ത വീഡിയോയിലൊന്നും ഒരു കുട്ടികളും എന്നോട് കാണിച്ചിട്ടില്ല. ഇവനെന്തോ അത്രയും ശ്രദ്ധയോടെയാണ് സ്നേഹിക്കുന്നതും കാണുന്നതും കേട്ടോ. അങ്ങനെ പളനിക്കുട്ടൻ ഇത് 2ാമത്തെ ദിവസമാണ് ഞാൻ ഈ കാണുന്നത്, അതും 2ാമത്തെ വീഡിയോ. വേറെ പറയാൻ, ഈ പിള്ളേർക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്ന റൂമിൻ്റെ ഭാഗങ്ങളിൽ അവിടെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അവരായിട്ട് സ്നേഹിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ആഹാരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികൾ
ഓരോ റൂമിൻ്റെ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് അവരവിടെ താവളം പിടിക്കും. പിന്നെ മറ്റുള്ളൊരു പൂച്ചയ്ക്ക് അവിടെ ഒന്നും വരാൻ പറ്റില്ല. അവരൊക്കെ വന്നു കഴിഞ്ഞാലും ഓടിക്കാൻ ഇവന്മാർ ശ്രമിക്കും. അങ്ങനെയാണ് ഇവർ ഒരേ ദിവസം കഴിഞ്ഞു പോകുന്നത്. ഒരുപാട് ആഹാരങ്ങൾ ഇവർക്ക് എല്ലാവരും കൊണ്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോൾ കൊണ്ട് കൊടുത്തതുപോലെ എത്ര പേര് കൊണ്ട് കൊടുക്കുമെന്നറിയോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. വിളിച്ചാലൊക്കെ ഓടിച്ചെല്ലും, അവരോടൊക്കെ സ്നേഹിക്കും. പളനി നമ്മുടെ റൂമിൻ്റെ ഭാഗത്തെ ഇവിടുത്തെ സ്റ്റാറാണ്. ഒരുപാട് പേരുടെ സ്നേഹം പറ്റുന്നവനാണ്, അതുപോലെ സ്നേഹമുള്ളവനും ഒക്കെയാണ്. ഇവിടെയാണ് അവൻ ഡെയിലി വെയിൽ കൊള്ളാനൊക്കെ കിടക്കുന്നത് കേട്ടോ. ഈ ഭാഗം വിട്ടൊന്നും എങ്ങോട്ടും പോകില്ല. ഇപ്പോൾ 2-3 ദിവസം തണുപ്പായിട്ട് ചെറുക്കനെ കാണാതിരുന്നതാണ്. അങ്ങനെ കൈയൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാലേ തൊടാനും അതുപോലെ പിടിക്കാനൊക്കെ അവൻ ഒരുപാട് ഇഷ്ടം കാണിക്കുന്ന പളനിക്കുട്ടൻ മാമനോടൊത്ത് ഇവിടെ കളിച്ച് സന്തോഷിക്കുകയാണ്. മട്ടൻ്റെ പീസൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവൻ ചില സമയങ്ങളിൽ പിടിക്കുമ്പോൾ ചെറിയ പോറലൊക്കെ കയ്യിൽ വീഴുന്നുണ്ട്. എന്നാലും അതൊന്നും സാരമാക്കാതെ മാമൻ അവനോടൊത്ത് കൂട്ടുകൂടി. മാമനും വെയിൽ കൊണ്ട് അവനും വെയിൽ കൊണ്ട് അങ്ങനെ അവൻ്റെ കളി നോക്കി നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. എന്നോട് കളിച്ച് കാണിക്കുന്ന അരിശമാണ് അവൻ ആ മരത്തിൻ്റെ കൊമ്പുകളിൽ കടിച്ചൊക്കെ പിടിക്കുന്നത്. അങ്ങനെ പിണക്കവും ഇണക്കവുമായിട്ട് നമ്മുടെ പളനിക്കുട്ടൻ നമ്മുടെ മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ കളിച്ച് കാണിക്കുന്ന നമ്മുടെ ചെറുക്കൻ. ഇനി എന്നായിരിക്കും ഇതുപോലെ അവനോടൊത്ത് കളിക്കാൻ കിട്ടുക? ഇനി ഒരാഴ്ച പിടിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ മാമന് സമയം കാണൂ. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ആയാൽ അവനോട് കൂട്ടുകൂടാൻ ഇനിയും മാമനുണ്ടാകും. അങ്ങനെ പളനിയെ ഇനി മറക്കാൻ പറ്റില്ല. നമ്മളുടെ സ്വന്തമായി കഴിഞ്ഞു. അത്രയ്ക്ക് സ്നേഹമുള്ളവനാണ്. ഈ സ്നേഹം കാണിക്കുന്ന മാമൻ 4 മാസം കഴിഞ്ഞാൽ നാട്ടിൽ പോവുകയാണെന്നുള്ള കാര്യം നമ്മുടെ ചെറുക്കൻ അറിയില്ല. ആ സമയത്താണ് മാമൻ്റെ വലിയൊരു സ്നേഹവുമായിട്ട് നമ്മുടെ പളനിയെ കൂട്ടുപിടിച്ച് ഇവിടെ കളിക്കുന്നത്. ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. എന്നും ഇവിടെ തന്നെ കാണും എന്ന ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ചെറുക്കൻ കൂട്ടുകൂടിയിരിക്കുന്നത്. 4-4.5 മാസം കഴിഞ്ഞാൽ മാമൻ നാട്ടിലേക്ക് പറക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചെറുക്കൻ എന്നുമില്ലാത്തൊരു സ്നേഹവും വാത്സല്യവും കാണിച്ച് പിണങ്ങി കിടക്കുകയാണ് കേട്ടോ. നോക്കിയേ, എൻ്റെ കയ്യിൽ പിടിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഓടിപ്പോയി കിടന്നത് കണ്ടോ? എന്തൊരു ചെറുക്കനാന്ന് നോക്കിയേ. നമ്മളെ നാട്ടിലെ പിള്ളേരുടെ അതേ തനി സ്വഭാവമാണ് അവൻ കാണിക്കുന്നത്. കളർ മാത്രം വ്യത്യാസം. എന്നാലും നമ്മുടെ ചെറുക്കൻ കിട്ടു തന്നെയാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടാൽ നല്ല വലിപ്പമായിട്ട് തോന്നും. എടുത്തു കഴിഞ്ഞാലേ ഒട്ടും ഭാരം കാണത്തില്ല. അങ്ങനത്തെ കുട്ടികളാണ് കേട്ടോ. അവരുടെ രോമങ്ങളാണ് ഇത്രയും അവരുടെ വലിപ്പമായിട്ട് കാണിക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കുട്ടികളാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ കൊടുമുടിയായ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, അവരോടൊത്ത് കളിക്കാൻ കിട്ടിയൊരു ഭാഗ്യം അല്ലേ. ഇവൻ്റെ കൂടെയുള്ള ഒരു അനിയത്തിക്കുട്ടിയെ കാണാനില്ല. അവൾ ഇതുപോലെ തണുപ്പായതുകൊണ്ട് എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ എത്ര കണ്ടാലും എത്ര വീഡിയോ എടുത്താലും മതിവരാത്ത ഒരു എന്തോ ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് രസകരമായിരിക്കും നമ്മൾ എടുത്ത ആ വീഡിയോ കാണുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടമായിട്ട് അവരെ വീഡിയോ എടുക്കാറുണ്ട്. എന്നാൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ കുറേയൊക്കെ വെട്ടി മാറ്റുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ ബോറടിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നാൽ അവരുടെ കളിത്തരങ്ങൾ എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെയാണ് ആ പിള്ളേരുടെ സ്നേഹത്തിൻ്റെ കളിയും. അതുപോലെ നമ്മളെ കാണുമ്പോൾ തന്നെ നോക്കുന്ന നോട്ടമെന്ന് പറഞ്ഞാൽ ഒരു വളരെ പാവമായിട്ട് തോന്നും. സ്നേഹം കൊണ്ട് നിറഞ്ഞുള്ള നോട്ടമാണ് നമ്മുടെ പിള്ളേർ കേട്ടോ. അങ്ങനെയാണ് അവരെ കാണാൻ തന്നെ വളരെ ആഗ്രഹവും, അതുപോലെ അവരെ വീഡിയോ എത്ര എടുത്താലും മതി വരാത്തതും കേട്ടോ. അത്ര സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പളനി എന്ന പേര് മാറ്റി നമ്മുടെ ചെറുക്കന്, ഈ ചക്കരക്കുട്ടനെ നല്ലൊരു പേര് വയ്ക്കണം. അവന് പളനി ഒട്ടും ചേരത്തില്ല. അന്നത്തെ വീഡിയോയിൽ ഒരു തമാശയ്ക്ക് വിളിച്ചൊരു പേരായിരുന്നു. അവൻ്റെ ഒരു കോമഡി പറഞ്ഞപ്പോൾ അവനിട്ടൊരു പേരായിരുന്നു. അതല്ല ഇവന് വരേണ്ട പേര്. നല്ലൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തേ പറ്റുമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കൂ, അവന് പറ്റിയ ഒരു പേര് മാമൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ഇടാം. നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിൽ തരുന്ന പേരുകൾ ഒരാൾക്കില്ല ഇടാൻ പറ്റൂ. അതുകൊണ്ട് ആരും പിണങ്ങിയൊന്നും പോകരുത്. എന്തായാലും മാമന് ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു പേര് കണ്ടെത്തി ഇടുന്നതായിരിക്കും നിങ്ങൾ തരുന്ന പേരിൽ. അങ്ങനെ അറിയപ്പെടട്ടെ വൈനി. ചാടിച്ചാടി കളിക്കാൻ കൊതിയുള്ള നമ്മുടെ പളനിക്കുട്ടനെ പേര് മാറ്റി വിളിക്കണം. അങ്ങനെ അവൻ്റെ സ്നേഹവും വാത്സല്യവും കണ്ട് നമുക്ക് സന്തോഷിക്കാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ അവനെ വന്ന് കാണാനും, അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവന് ഒരു നേരത്തെ
ഒരു ഭക്ഷണം മാമൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതായിരിക്കും. മാമൻ കഴിക്കുന്നതിൻ്റെ ഒരു ഓഹരി കേട്ടോ. നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് താമസിക്കുന്ന പളനിക്കുട്ടനെ ഇനി മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമുള്ളവനാണ്. അങ്ങനെ കളിച്ച് കൊതി തീരാത്ത കൊതി മാറാത്ത നമ്മുടെ ഈ ചെറുക്കനെ ഇനി നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പളനിക്കുട്ടനെ ആരും മറക്കണ്ട, ഇവനാണ് നമ്മളുടെ ഹീറോ. അതുപോലെ പകലന്വേഷിച്ചാൽ പിള്ളേരെ കിട്ടാൻ വലിയ പാട് തന്നെയാണ്. സന്ധ്യയ്ക്ക് ഒരു 6-6:30 മണിക്ക് ഇവിടെ ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന ടൈമാണ്. ആ സമയങ്ങളിൽ അവർ താമസിക്കുന്ന താവളത്തിൻ്റെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പിള്ളേരെ നമുക്ക് കിട്ടും. ആ സമയങ്ങളിലാണ് എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പിള്ളേർക്ക് ആഹാരം കൊണ്ട് വരുന്നത്, അവർക്ക് കൊടുക്കുന്നതും. അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. ആ സമയങ്ങളിൽ രാത്രി ആയതിൻ്റെ പേരിൽ നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് പിള്ളേരെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇനി അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ ഒത്തിരി പിള്ളേർ ഈ ഭാഗങ്ങളിൽ താമസമുണ്ട്. അവരുടെയൊക്കെ രാത്രി സമയങ്ങളിൽ അവന്മാരെ പോയി കണ്ട് അവരുടെ വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നല്ല നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പകലാണെന്നെങ്കിൽ ഇവന്മാർ പല സ്ഥലങ്ങളിലും കറങ്ങി ചുറ്റി നടക്കും കേട്ടോ, അങ്ങനെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ പളനിയോട് കളിച്ചു കൂടിയാൽ മാമൻ ഒരുപാട് തുണി അലക്കാൻ കിടക്കുന്നു. അതൊന്നും അലക്ക് നടക്കില്ല. സമയങ്ങൾ കുറേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ ഇതുപോലെ ഇവിടെ കളിച്ചൊക്കെ കാണിക്കും. അവനോട് തമാശയും കാണിച്ചിരുന്നാൽ തുണിയലക്ക് എന്തായാലും മുടങ്ങും. അത് ഉള്ള വെയിലിൽ തുണി അലക്കി എടുക്കാനുള്ള സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പളനിക്കുട്ടൻ ഇനി ഇവിടെ ഇരുന്ന് കളിക്കട്ടെ. ഒരുപാട് സമയമായി ചെറുക്കൻ അന്വേഷിച്ചു, ഇവിടെ ഇരുന്നു കണ്ടു. അങ്ങനെ സന്തോഷമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ചെറുക്കന് വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങും എല്ലാവരും കേട്ടോ. തണുപ്പൊക്കെ ആയതുകൊണ്ടേ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു 8 മണിയോട് കൂടി എല്ലാവരും അവരെവിടെയാണോ ഉറങ്ങുന്ന അവിടെ പോയി ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ തുടങ്ങും. തണുപ്പായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പളനിക്കുട്ടനൊക്കെ പുലികളാണ്, തണുപ്പ് അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വീഡിയോ എന്ന് പറയാൻ ഇത്രയും തമാശമായിട്ട് സ്നേഹത്തോടെ കാണിക്കുന്ന പളനിക്കുട്ടനെയും അതുപോലെ ഒത്തിരി പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട്. അങ്ങനെ നല്ല നല്ല വീഡിയോയുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 മാസം കഴിഞ്ഞാൽ മാമൻ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്നതായിരിക്കും തിരിച്ചു വരാതെ. അതൊന്നും പളനിക്കുട്ടനൊന്നും അറിയാതെയാണ് മാമനോട് കൂട്ടുകൂടുന്നത്. മാമനോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വേറെയൊന്നുമല്ല, തുണി അലക്കാൻ കിടക്കുന്നു. അതുപോലെ ഒരു വെള്ളിയാഴ്ച കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞാൽ അടുത്തൊരു വെള്ളിയാഴ്ച ഇതിനൊരു ചാൻസ് ഉള്ളു കേട്ടോ. അങ്ങനെ പളനി എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ. പളനിതാ വെയിലും കൊണ്ട് ഞാനിരുന്നുകൊണ്ടാണ് അവൻ എന്നോടൊന്ന് കളിച്ചത്. ഇല്ലെങ്കിൽ അവൻ നല്ല ഉറക്കം ഉറങ്ങിയാണ് കേട്ടോ. അവൻ്റെ ഉറക്കവും ഞാൻ കെടുത്തി. എൻ്റെ തുണിയലൊക്കെ നടന്നില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി പളനിയെ ബുദ്ധിമുട്ടിച്ച മാമനോട് ക്ഷമിക്കട മോനെ, നീ നന്നായിട്ട് ഇനി ഉറങ്ങിക്കോ. മാമൻ തുണിയലക്കാൻ പോകുന്നു. മാമൻ നിൻ്റെ വീഡിയോ എടുത്തു. ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയെ കാണിക്കും. അങ്ങനെ നിന്നെ അവരെല്ലാവരും സന്തോഷിച്ച് സ്നേഹിച്ച് തലോടി നല്ല വാക്കുകൾ മാമന് തരും കേട്ടോ. ഓക്കെ, ബൈ.